സംസ്ഥാന സർക്കാരിന്റെ ബജറ്റ് പ്രഹസനമായിക്കൊണ്ടിരിക്കുകയാണെന്ന് കെപിസിസി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ടി ബൽറാം കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് കുന്നംകുളം താലൂക്ക് സമ്മേളനം ചൂണ്ടലിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ധൂർത്ത് വർദ്ധിക്കുന്നതോടൊപ്പം പൊതുകടവും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിന്റെ പൊതുകടം ഇപ്പോൾ 4.5 ലക്ഷത്തോളമായി. ഓരോ മാസം കഴിയുന്തോറും 5000 കോടിയാണ് കടം കൂടുന്നത്. ഇതിന്റെയൊക്കെ ദൂഷ്യഫലം അനുഭവിക്കുന്നത് സാധാരണ ജനങ്ങളാണെന്നും വി ടി ബൽറാം കൂട്ടിച്ചേർത്തു. വികസന പ്രവർത്തനങ്ങളെ മുഴുവൻ വെട്ടിച്ചുരുക്കി ഒരു ഗവൺമെൻറ് ജനദ്രോഹത്തിൻ്റെ പാതയിലൂടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. നിയമസഭയിൽ ഒരു പുതിയ ബജറ്റൊക്കെ അവതരിപ്പിക്കാൻ പോവുകയാണ്. ഈ ബജറ്റുകൾക്ക് പ്രസക്തി നഷ്ടപ്പെടുകയാണ്. ഇപ്പോൾ കേരളത്തിൽ ഉണ്ടാകുന്ന അവസ്ഥ എന്ന് പറയുന്നത്, ബജറ്റ് ദിവസം ധനമന്ത്രി വലിയ രീതിയിലുള്ളൊരു പ്രസംഗമൊക്കെ നടത്തി ഒരുപാട് വാഗ്ദാനങ്ങൾ വാരിക്കോരി ചൊരിഞ്ഞ് പൊടിയും തട്ടിയും പോകും. സംഘടനയുടെ താലൂക്ക് പ്രസിഡന്റ് MD ജോസഫ് പതാക ഉയർത്തിയതിനു ശേഷം ചൂണ്ടൽ ചാവക്കാട് വിദ്യാഭ്യാസ ഉപജില്ല എയ്ഡഡ് ടീച്ചേഴ്സ് സഹകരണ സംഘം ഹാളിൽ നടന്ന സമ്മേളനത്തിൽ MD ജോസഫ് അധ്യക്ഷനായി. സർവീസിൽ നിന്ന് വിരമിക്കുന്ന സംഘടനാ അംഗങ്ങളായ കെ ശൈലജ, M ചന്ദ്രശേഖരൻ, TS ഉഷ, VM സുരേഷ് എന്നിവർക്ക് ജില്ലാ പ്രസിഡന്റ് ഉപഹാരം സമ്മാനിച്ചു. SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ കരസ്ഥമാക്കിയ സംഘടനാംഗങ്ങളുടെ മക്കൾക്ക് ജില്ലാ സെക്രട്ടറി PR പ്രമോദ് ഉപഹാരം സമ്മാനിച്ചു. സംസ്ഥാന ജില്ലാ ഭാരവാഹികളായ TO സേവി, റീന പോൾ, CD സൈമൺ, CL രംഗീഷ് എന്നിവർ സംസാരിച്ചു. തുടർന്നു നടന്ന തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന കമ്മിറ്റി അംഗം അനിൽ കൈപ്പള്ളി റിട്ടേണിംഗ് ഓഫീസറായി. താലൂക്ക് സെക്രട്ടറി സുനിത ജോഷി സ്വാഗതവും ട്രഷറർ VF ജോസഫ് നന്ദിയും പറഞ്ഞു.